ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ദൈവം യോജിപ്പിച്ചതാണ് നമ്മുടെ കുടുംബ ജീവിതമെല്ലാം. മനുഷ്യൻ യോജിപ്പിച്ചതല്ല, അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ദൈവമാണ് സ്ത്രീയെയും പുരുഷനെയും ഒന്നാക്കിയത്. ആ കുടുംബം നമ്മൾ കാരണം വേർപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കുന്നത് നല്ലതാണ്. നമ്മുടെ വാശി കാരണം, അതുപോലെ നമ്മളുടെ ദുഷ്ടത കാരണം, നമ്മുടെ അസൂയ കാരണം വഴക്കും പിണക്കും ഉണ്ടായി അകന്നു ജീവിക്കുന്നുണ്ടോ? ഭാര്യയും ഭർത്താവും തമ്മിൽ പരസ്പരം സ്നേഹമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ടോ എന്ന് ആത്മശോധന ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ജീവിതം കാരണം, നമ്മുടെ വാക്ക് കാരണം ഏതെങ്കിലും കുടുംബ ബന്ധങ്ങൾ തകർന്നു പോകുന്നുണ്ടോ എന്നും കൂടി നമ്മൾ ചിന്തിക്കണം. രണ്ട് കാര്യങ്ങളാണ് ചിന്തിക്കേണ്ടത്. എൻ്റെ കുടുംബജീവിതം എൻ്റെ സ്വാർത്ഥത കൊണ്ട് തകർന്നു പോകുന്നുണ്ടോ, അല്ലെങ്കിൽ എൻ്റെ അസൂയ കൊണ്ട് തകർന്നു പോകുന്നുണ്ടോ, അല്ലെങ്കിൽ രണ്ടാമതായിട്ട് നമ്മൾ കാരണം മറ്റുള്ളവരുടെ കുടുംബജീവിതം തകർന്നു പോകുന്നുണ്ടോ? അമ്മായിമ്മയാണെങ്കിൽ മകൻ്റെയും മകളുടെയും ജീവിതത്തിൽ ഇടപെട്ട് ഇങ്ങനെയുണ്ട് നശിപ്പിച്ച് കളയുന്നു. അവർക്ക് സ്നേഹിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെയുള്ള കുടുംബങ്ങൾ നിരവധിയാണ്. ഇതുപോലെ വഴക്കും പിണക്കങ്ങളുമായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പൊട്ടിത്തെറികൾ നടന്ന് പിന്നെ പതുക്കെ വലിയൊരു പ്രശ്നമായി ഡൈവോഴ്സിൻ്റെ വക്കിലെത്തിരിക്കുന്ന കുടുംബ ബന്ധങ്ങൾ നിരവധി. അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത്രയുള്ളൂ, ഇത് ദൈവം യോജിപ്പിച്ചതാണ്. അതുകൊണ്ട് എൻ്റെ ഇടപെടൽ കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ പ്രവൃത്തി കൊണ്ടോ ഒരു കുടുംബവും കലങ്ങിപ്പോകരുതെന്നുള്ളത് നമുക്കൊരു എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം. ഒന്ന് ക്ഷമിച്ച് കളഞ്ഞാൽ, ഒന്ന് മറന്നു കളഞ്ഞാൽ, ഒന്ന് ഇല്ലാതായി തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് കുടുംബജീവിതം ഏറ്റവും വിലപ്പെട്ടതായി കരുതാൻ, അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ആ ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മൾ നഷ്ടപ്പെടുത്തുന്നുണ്ടോ എന്ന് ആത്മശോധന ചെയ്യുക. ദൈവത്തിൻ്റെ ഇഷ്ടം എൻ്റെ ഇഷ്ടത്തേക്കാൾ വലുതല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ഞാൻ എല്ലാം വേണ്ട എന്ന് വയ്ക്കാൻ പരിശ്രമിക്കാം. പ്രാർത്ഥിക്കാം.